എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു മുൻകാല ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 3/2018. വരുന്ന PSC പരീക്ഷകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി, ചെന്നൈ. ചെന്നൈയിലാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി, മാഹി. മാഹിയാണ് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ഓപ്ഷൻ ബി, ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയാണ് ചുവന്ന നദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നദി. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി, 2008 നവംബർ. 2008 നവംബറിലായിരുന്നു ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഓപ്ഷൻ എ, ഉത്തരായന രേഖ. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഓപ്ഷൻ ഡി, നർമ്മദ. നർമ്മദയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. മധ്യപ്രദേശിലെ പന്നാഖിനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? മധ്യപ്രദേശിലെ പന്നാഖിനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? ഓപ്ഷൻ എ, വജ്രം. മധ്യപ്രദേശിലെ പന്നാഖിനികൾ വജ്രത്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം. ചണ വ്യവസായം, രാസവള വ്യവസായം, പഞ്ചസാര വ്യവസായം, കടലാസ് വ്യവസായം. തന്നിരിക്കുന്നവയിൽ ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ ബി, രാസവള വ്യവസായം. തന്നിരിക്കുന്നവയിൽ രാസവള വ്യവസായമാണ് ഒരു ധാതു അധിഷ്ഠിത വ്യവസായം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ ഡി, മുംബൈ സമ്മേളനം. മുംബൈ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മുംബൈ കോൺഗ്രസ് സമ്മേളനമാണ്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? ഓപ്ഷൻ സി, ധാക്ക. ധാക്കയിൽ വെച്ചാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ്? ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ്?
ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ ഡി കേസരി. കേസരി എന്ന പത്രമാണ് ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആണ്? ഓപ്ഷൻ ബി ലാല ഹർദയാൽ. ലാല ഹർദയാലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത്. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി വി കെ കൃഷ്ണമേനോൻ. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി വി കെ കൃഷ്ണമേനോനായിരുന്നു. ദുർഗേശനന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയതാര്? ദുർഗേശനന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദുർഗേശനന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1956. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത് 1956. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി നോയിഡ. നോയിഡയിലാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതായിരുന്നു? ഓപ്ഷൻ ഡി വ്യവസായം. വ്യവസായ മേഖലയ്ക്കായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു? ഓപ്ഷൻ സി കെ ജയകുമാർ. കെ ജയകുമാർ ആയിരുന്നു മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം. ഓപ്ഷൻ ബി മണ്ണടി. മണ്ണടിയാണ് വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻ ഡി 1984. 1984 സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ സി വയനാട്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ബി കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്?
മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കുറ്റ്യാടി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. മത്സ്യഫെഡ് എന്നും അറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആര്? സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് സർവവിദ്യാധിരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആര്? മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത്? കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? ഓപ്ഷൻ എ കുന്നത്തൂർ. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂരാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം ആരാണ്? ഓപ്ഷൻ എ അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം. ഓപ്ഷൻ സി നമ്പൂതിരി. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയത് കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിലായിരുന്നു. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം. ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1925. 1925 ഗാന്ധിജി വൈക്കത്ത് എത്തിയത്. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ ബി കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ആരുടെ നേതൃത്വത്തിലായിരുന്നു ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ഓപ്ഷൻ എ
കെ പി കേശവമേനോൻ. കെ പി കേശവമേനോൻ്റെ നേതൃത്വത്തിലായിരുന്നു ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആരായിരുന്നു? ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി വെങ്ങാനൂർ. വെങ്ങാനൂറാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നതെന്നാണ്? ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി 2002 ജനുവരി 26. 2002 ജനുവരി 26 ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? കണക്റ്റിംഗ് ഇന്ത്യ എന്നത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? ഓപ്ഷൻ ബി BSNL. BSNLൻ്റെ മുദ്രാവാക്യമാണ് കണക്റ്റിംഗ് ഇന്ത്യ എന്നത്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നായിരുന്നു? ഓപ്ഷൻ സി 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമേത്? മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ഭാഗം 3. ഭരണഘടനയിലെ ഭാഗം 3 മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി 42ാം ഭേദഗതി. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലാണ്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 6. ഇന്ത്യയിൽ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായറാണ് നിലവിൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഹീരാലാൽ സമരയാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. ഇന്ത്യയിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഇന്ത്യയിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഓപ്ഷൻ ബി 25. ഇന്ത്യയിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം 25 ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി ബംഗാളി. ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം
ഓപ്ഷൻ സി ജിസാറ്റ് 9. ജിസാറ്റ് 9 ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത്. 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത്. ഓപ്ഷൻ എ കൊല്ലം. കൊല്ലം ജില്ലാ പഞ്ചായത്താണ് 2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ തന്നെയാണ് 2023-24 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത്. 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഓപ്ഷൻ ഡി കാനഡ. കാനഡയായിരുന്നു 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത്. സൗദി അറേബ്യ ആയിരുന്നു 2024 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത്. 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ, സൗത്ത് കൊറിയയാണ് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുന്നത്. സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി എസ് അച്യുതാനന്ദനായിരുന്നു സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. അദ്ദേഹം 2021 ജനുവരി 30 സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് ഈ പോസ്റ്റ് ഇപ്പോഴും വേക്കൻ്റായി തുടരുകയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി ജോർജ് കുര്യൻ. ജോർജ് കുര്യൻ ആയിരുന്നു തന്നിരിക്കുന്നവയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ്? 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരായിരുന്നു? ഓപ്ഷൻ ബി സുഗതകുമാരി. സുഗതകുമാരി ആയിരുന്നു 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ്. പ്രതിഭ റായി ആണ് 2024 ONV പുരസ്കാര ജേതാവ്. താഴെ പറയുന്നവരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? ആരാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ? നിലവിൽ നടൻ പ്രേംകുമാറാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്നത്. താഴെ പറയുന്നവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? താഴെ പറയുന്നവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആർദ്രം. ആർദ്രം പദ്ധതിയാണ് സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. 2017 അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? 2017 അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ. ഇന്ത്യയായിരുന്നു 2017 അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുത്ത രാജ്യം. ഇന്തോനേഷ്യ ആയിരുന്നു 2023 അണ്ടർ 17 വേൾഡ് കപ്പിൻ്റെ വേദി. 2025 അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ വേദി ഖത്തറാണ്. സസ്യങ്ങളിലെ ശ്വസനവാതകം. സസ്യങ്ങളിലെ ശ്വസനവാതകം ഓപ്ഷൻ സി O2 ഓക്സിജൻ. O2 ഓക്സിജനാണ് സസ്യങ്ങളിലെ ശ്വസനവാതകം. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും
പോഷണം നടത്തുന്ന സസ്യം? ഓപ്ഷൻ എ മോണോട്രോപ്പ്. മോണോട്രോപ്പാണ് ജീവിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം. സങ്കര ഇനം വെണ്ട ഏത്? അക്ഷയ, ഹരിത, സൽകീർത്തി, അന്നപൂർണ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം വെണ്ട ഏതാണ്? ഓപ്ഷൻ സി സൽകീർത്തി. സൽകീർത്തിയാണ് തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം വെണ്ട. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം? പാവൽ, വഴുതന, നെല്ല്, മുതിര തന്നിരിക്കുന്നവയിൽ റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം ഏതാണ്? ഓപ്ഷൻ ഡി മുതിര. മുതിരയാണ് തന്നിരിക്കുന്നവയിൽ റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ എ, ഡി, കെ, സി തന്നിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ഡി വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി? സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി? ഓപ്ഷൻ സി കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവം? മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ്? ഓപ്ഷൻ എ വൃക്ക. വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവം. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ഓപ്ഷൻ ബി ചെറുകുടൽ. ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കാസർഗോഡ്. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം ഏതാണ്? ഓപ്ഷൻ ബി സോഡിയം. സോഡിയമാണ് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാര്? മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി ഡോബറൈനർ. ഡോബറൈനറാണ് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ബലത്തിൻ്റെ യൂണിറ്റ്? ഓപ്ഷൻ ബി ന്യൂട്ടൺ. ന്യൂട്ടനാണ് ബലത്തിൻ്റെ യൂണിറ്റ്. ഇരുമ്പിൻ്റെ അയിര് ഏത്? ഇരുമ്പിൻ്റെ അയിര്? ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ അയിര്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? ഓപ്ഷൻ ഡി വ്യാഴം. വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം? ഓപ്ഷൻ ബി പ്രോട്ടോൺ. പ്രോട്ടോൺ ആണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ ജോസഫ് പ്രീസ്റ്റ്ലി. ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ പ്രാഥമിക വർണ്ണം അല്ലാത്തത്? ചുമപ്പ്, നീല, മഞ്ഞ, പച്ച ഇവയിൽ പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഓപ്ഷൻ സി മഞ്ഞ. മഞ്ഞയാണ് തന്നിരിക്കുന്നവയിൽ പ്രാഥമിക വർണ്ണം
അല്ലാത്തത്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം എത്ര? സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം എത്രയാണ്? ഓപ്ഷൻ സി 340 മീറ്റർ പെർ സെക്കൻഡാണ് സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഓപ്ഷൻ എ താപം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം. രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം ഏത്? രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം. ഓപ്ഷൻ സി ബാറ്ററി. ബാറ്ററിയാണ് തന്നിരിക്കുന്നവയിൽ രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം. അടുത്തു വരുന്ന മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.